ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, ഞാൻ ഇവിടെ ഉണക്ക മാങ്ങ വെച്ചുള്ളൊരു അച്ചാറാണ് കാണിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇതിനെ അടമാങ്ങ അച്ചാർ എന്നാണ് പറയാറ്. അമ്മ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ അച്ചാറാണ് ഇത്. മാങ്ങ നല്ല പച്ച മാങ്ങ കൂടുതൽ കിട്ടുന്ന സമയത്തെ കുറെ അങ്ങോട്ട് വാങ്ങിച്ച് അല്ലെങ്കിൽ പറിച്ചൊക്കെ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് നുറുക്കും. എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് അത് ഉണക്കി അങ്ങോട്ട് വെക്കുകയും അപ്പൊ അങ്ങനെ ഉണക്കിയെടുത്ത മാങ്ങയാണ് ഇത്. കണ്ടോ, നല്ല നല്ല എണ്ണ അങ്ങോട്ട് ഉണക്കി സൂക്ഷിച്ചു വെച്ചതാണ്. അപ്പൊ അതിൽ നിന്ന് കുറച്ചെടുത്ത് അച്ചാറ് വെക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇത്. നല്ല ഡ്രൈ ആയതുകൊണ്ട് ആദ്യം ഇത് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചൊന്ന് ആവി ഒന്ന് കയറ്റിയെടുക്കണം. ഒന്ന് അച്ചാറ് വെക്കുന്ന സമയത്ത് ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇത് നല്ലവണ്ണം അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് വരുമ്പോഴേക്കും ആ തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് ഇനിയിപ്പോ അച്ചാർ ഉണ്ടാക്കാനുള്ള പരിപാടി അങ്ങോട്ട് തുടങ്ങാം. അതിനായിട്ട് അടുപ്പത്തേക്ക് ഒരു ചട്ടി അങ്ങോട്ട് വെച്ചിട്ട് അതിൽ നല്ല എണ്ണ അങ്ങോട്ട് ഒഴിക്കണം. നല്ല എണ്ണ. അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് നല്ല എണ്ണ തന്നെയാണ്. അപ്പൊ ആ എണ്ണ അങ്ങോട്ട് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില ആദ്യം ഇട്ട് കൊടുത്തേ അതിലേക്ക്. എന്നിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയും അതുപോലെ തന്നെ ഉലുവയുടെ പൊടിയാണ്. ഈ മുളക് പൊടി കാശ്മീരി ചില്ലി എന്നല്ല, നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ്. അതാണ് ഇത്ര അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. ആ മുളക് പൊടി അതിലേക്ക് ഇട്ടിട്ട് ചെറിയ തീയിൽ അത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കുകയാണ്. ഈ പൊടികളൊക്കെ വറുക്കുമ്പോൾ ചെറിയ തീയിൽ ഇട്ടില്ലെങ്കിൽ അത് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പൊ അത് ചെറിയ തീയിൽ നല്ലവണ്ണം അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് കുറച്ച് കായത്തിന്റെ പൊടിയും കൂടിയും ചേർക്കാനുണ്ട്. ഈ കായത്തിന്റെ പൊടി ഇടാണ്ട് തന്നെ മുളക് പൊടിയും ആ ഉലുവയും കൂടി അത് കിടന്ന് മൂക്കുമ്പോ തന്നെ നല്ല അച്ചാറിന്റെ സ്മെല്ല് അങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ അതിലേക്ക് ആ മാങ്ങ അങ്ങോട്ട് ആവിയിൽ വേവിച്ചതുണ്ടല്ലോ അത് അങ്ങോട്ട് മൊത്തമായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ആ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഈ മാങ്ങ ഉപ്പൊക്കെ ഇട്ടാണ് ഉണക്കിയെടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ഗ്രേവി ഉണ്ടല്ലോ മുളക് പൊടിയുടെ, അതിന് കുറച്ച് ഉപ്പിന്റെ ആവശ്യമുണ്ട്. അപ്പൊ കുറച്ച് ഉപ്പിടണം. അതുപോലെ തന്നെ അതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടിയും ചേർക്കണം. ഇതൊന്ന് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇത് രണ്ടും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. അതങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പും അതുപോലെ തന്നെ കായപ്പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും അതിന്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ അതും കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി റെഡിയാക്കി അതൊക്കെ യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇതിലൊരു 1/4 കിലോ ശർക്കര കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലവണ്ണം അങ്ങോട്ട് ഉരുക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഉരുക്കിയ ശർക്കര ഉണ്ടല്ലോ അതൊരു അരിപ്പയിൽ വെച്ച് അരിച്ചിട്ടേ നമുക്ക് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തിട്ടേ ആ ശർക്കര ഒന്ന് റെഡി ആയിട്ട് വന്നവരെ ഒന്ന് കണ്ടോ ഇത്തിരി വെള്ളമുണ്ട്. അപ്പൊ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റണ വരെ അടുപ്പത്ത് വെച്ചൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റി നല്ല മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്യുമ്പോഴേക്കും ഒന്ന് കരിഞ്ഞു പോകാണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ അത് കുറച്ചു നേരം അങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ അത് അങ്ങോട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് അങ്ങോട്ട് ചൂടാറി കഴിയുമ്പോഴേക്കും ഒന്നും കൂടി അടിപൊളിയാവേ. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇതേപോലെ അടമാങ്ങയൊക്കെ? ഇതേപോലെ ഇപ്പൊ മാങ്ങ ഉണക്കി വെച്ചവരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. ഇനിയിപ്പൊ ചെയ്യാത്തവരാണെങ്കിൽ അടുത്ത വർഷമെങ്കിലും ഇതേപോലെ മാങ്ങയൊക്കെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർഷം മുഴുവൻ ഇതേപോലെ നല്ല മാങ്ങ അച്ചാറൊക്കെ കഴിക്കാം. നല്ല അടിപൊളി വീട്ടിലുണ്ടാക്കിയ മാങ്ങ അച്ചാറ് തന്നെ ഇതേപോലെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് അങ്ങോട്ട് എടുത്ത് ഉണ്ടാക്കിയാൽ മതിയാവും. കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.